ഫീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ഇപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെക്കുറിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിനെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറത്ത് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയാണ്. മുഖ്യമന്ത്രിയെ ഇതുവരെ നിങ്ങൾ മുഖ്യമന്ത്രി കാണുന്നില്ല എന്നായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും KSU പ്രസിഡന്റും പരസ്പരം കണ്ടു, സംസാരിച്ചു. KSUവിന് എന്താണോ പറയാനുള്ളത് അത് അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് കേട്ടു. അതോടെ അത് പറഞ്ഞല്ലോ. വേദിയിൽ വന്നിട്ട് പ്രതിപക്ഷമടക്കം വളരെ വലിയ വിമർശനം ഒത്തുകളിക്കാണ് RSSനൊപ്പം എന്നാണ് പറയുന്നത്. അല്ല, എനിക്കത് മനസ്സിലായില്ല. കാരണം ഇന്നും ഇന്നലെ കണ്ടു അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. കാരണം നിലവിൽ നിയമനം നടത്തേണ്ട 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള ഉത്തരവ് ഞങ്ങൾ നൽകും എന്ന് LDF പറഞ്ഞു എന്നുള്ള വാർത്ത ഇന്നലെ പത്രങ്ങളിൽ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അപ്പോൾ LDF ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതിനകത്ത് സെൻട്രൽ ആക്ട് എന്താണ്, ആ സെൻട്രൽ ആക്ടിൽ പറയുന്ന നിയമങ്ങൾ എന്താണ്, ഇന്ന ക്ലോസുകൾ എന്താണ്, ആ ക്ലോസുകളെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് കൊടുത്തത്. അത് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും സെൻട്രൽ ആക്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സാണ് ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. വഖഫ് ബോർഡിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒരു കാര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJP ഗവൺമെൻറ് നിലപാട്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കതിൽ കോംപ്രമൈസ് ഇല്ല. ഈ കോടതി അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട് ഒരു വീഴ്ച പറ്റിപ്പോയി. കാരണം അത് സുപ്രീം കോടതി ഉത്തരവ് വരുന്നവരെ അല്ലെങ്കിൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നവരെ ഒരു കാലതാമസം നേരിടുന്നതിന് പകരം ഹർജിക്കാർക്കൊപ്പം നിൽക്കേണ്ട ഒരു നിലപാടിലേക്ക് അഭിഭാഷകൻ പോയി എന്നാണ് പരക്കെ ഉയർന്ന വിമർശനം. ഹർജിക്കാർക്കൊപ്പം നിന്നിട്ടില്ല, തെറ്റായ ധാരണയാണ്. ഹർജിക്കാർക്കൊപ്പം എന്തിനാണ് നിൽക്കുന്നത്? അതിനകത്ത് നിലവിലുള്ള സെൻട്രൽ ആക്ട്, ആ ആക്ടിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലാത്ത പ്രചരണമാണ്. നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിനൊപ്പം നിന്നു. നിയമം അത് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഫീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ഇപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെക്കുറിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിനെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറത്ത് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയാണ്. മുഖ്യമന്ത്രിയെ ഇതുവരെ നിങ്ങൾ മുഖ്യമന്ത്രി കാണുന്നില്ല എന്നായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും KSU പ്രസിഡന്റും പരസ്പരം കണ്ടു, സംസാരിച്ചു. KSUവിന് എന്താണോ പറയാനുള്ളത് അത് അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് കേട്ടു. അതോടെ അത് പറഞ്ഞല്ലോ. വേദിയിൽ വന്നിട്ട്